പ്രിയമുള്ളവരെ, ഇന്ന് ഈ വീഡിയോയിലൂടെ മലപ്പുറം ജില്ലയിൽ കൽപ്പകഞ്ചേരി ഐരാനി നേർച്ച എന്നറിയപ്പെടുന്ന ഒരു നേർച്ച നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാ റബീഉൽ അവ്വലിലാണ് അത് സാധാരണ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും അതുമായി ബന്ധപ്പെട്ട വിശദമായ ഒരു കാഴ്ച, അതിൻ്റെ ആദ്യഘട്ടം മുതൽ അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് എന്ന് പറഞ്ഞാൽ ആനയുടെ കുതിരയുടെ അകമ്പടിയോട് കൂടെ ഒരു ഘോഷയാത്രയായിട്ട് അതങ്ങനെ മാമ്പറ മക്കാമിൽ പോയി അവസാനം ഇവിടെ അതിൻ്റെ ആയിരക്കണക്കിന് ആളുകൾക്കുള്ള അന്നദാനം ഉണ്ടാവും. അതുവരെയുള്ള കാഴ്ചകളാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. എന്തായാലും ഈ വിശദമായ കാഴ്ചകളൊക്കെ നമുക്ക് വീഡിയോയിലൂടെ തന്നെ നേരിട്ട് നോക്കി മനസ്സിലാക്കാം. പ്രിയമുള്ളവരെ, നമുക്ക് കാഴ്ചകൾക്ക് തുടക്കം ഇവിടെ തന്നെയാണ്. പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി, ഘോഷയാത്രയിൽ അകമ്പടി സ്വീകരിക്കുന്നതിന് വേണ്ടി ആനൊക്കെ എത്തിയിട്ടുണ്ട്. അതിൻ്റെ കൗതുകം കാണുന്നതിന് വേണ്ടി ധാരാളം കുട്ടികളും മുതിർന്നവരൊക്കെ അതിന് ചുറ്റുവട്ടം കൂടി നിന്ന് അഭിപ്രായങ്ങൾ പങ്കുവെക്കുന്ന കാഴ്ചകളാണ് ഇവിടെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ആനയുമായി ബന്ധപ്പെട്ട അഭിപ്രായങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ പങ്കുവെക്കുന്നതിന് വേണ്ടി ഹുസൈൻ സഖാഫ് തങ്ങളുടെ മകൻ മൻസൂർ തങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അതിൻ്റെ കാര്യങ്ങളൊക്കെ ഉറപ്പ് വരുത്തുന്ന ചർച്ചകളൊക്കെ ഇവിടെ നടക്കുന്നത്. ഞാൻ ഇവിടെയുള്ള മക്കാമിൻ്റെ മുകളിലായിട്ടുള്ള കാഴ്ചകളാണ്. പച്ച കുബ്ബയുടെ തൊട്ടടുത്തായിട്ടുള്ള കാഴ്ചകൾ പ്രിയ പ്രേക്ഷകർ ഇവിടെ ഇപ്പോൾ കാണുന്നുണ്ടാകും. ഇതതിൻ്റെ മുകളിൽ നിന്നുള്ള തറവാടാണ് ഈ കാണുന്നത്. ഐരാനി തങ്ങൾ പാപ്പാൻ്റെ തറവാടിൻ്റെ ഭാഗങ്ങളാണ് പ്രിയ പ്രേക്ഷകർ ഇവിടെ ഇപ്പോൾ കണ്ടത്. കൊടിമരം കൊടി ഉയർത്തിയിട്ടുണ്ട്. മക്കാമിൻ്റെ ഉൾവശങ്ങളാണ് ഇവിടങ്ങളിലാണ് ഇതിൻ്റെ പ്രാർത്ഥനാ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അതുപോലെ തന്നെ ഇവിടങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന പാചക പ്രവർത്തനങ്ങൾ സജീവമായിട്ട് ഈ നാട്ടിലെ നാട്ടുകാരൊക്കെ ആയിട്ട് ധാരാളം ആളുകളുണ്ട്. ഈ പരിപാടിയെ സംബന്ധിച്ചിടത്തോളം ജാതിമത രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഒരുമയോടെ കൂടെ തന്നെയാണ് ഈ പ്രവർത്തനം നടത്തുന്നത്. ഇത് ഈ നേർച്ചയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നടത്തുന്നത്. പ്രത്യേകിച്ച് ഇവിടങ്ങളിലൊക്കെ ഉള്ളൊരു സംസ്കാരം, ഇവിടുത്തെ ഒരു ശീലം അതൊക്കെ തന്നെ. നേർച്ചയായാലും പൂരമായാലും എല്ലാവരും കൂടി ഒരുമിച്ച് തന്നെയാണ് ആ പരിപാടിയൊക്കെ കൊണ്ടാടുന്നത്. പ്രത്യേകിച്ച് വൈരങ്കോട് വേലയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഇവിടങ്ങളിൽ നിന്നൊക്കെ ഉള്ള പോക്കിൽ നല്ലൊരു ശതമാനം ഇവിടെ മുസ്ലിം സഹോദരരുണ്ടാവും. അതിനുള്ള സാമ്പത്തിക കാര്യങ്ങൾ ചെയ്യുന്നതിലും അങ്ങനെ തന്നെ. അതെന്ന് ഇവിടെ ഒരു വ്യത്യസ്തത കാണാറില്ല. എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഒരുമയോടെ സന്തോഷത്തോടെ സമാധാനത്തോടെ ഐശ്വര്യത്തോടെ ജീവിക്കുന്ന ഒരു പ്രദേശം തന്നെയാണ് കൽപ്പഞ്ചേരി. എന്തായാലും ഇവിടുന്ന് മാമ്പറ മക്കാമ് ലക്ഷ്യം വെച്ചുള്ള യാത്ര തുടങ്ങുന്നതിന് മുമ്പായിട്ട് തറവാട് വീടിൻ്റെ മുറ്റത്ത് ആന എത്തിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് അതിൻ്റെ പ്രാഥമിക ഇതുമായി ബന്ധപ്പെട്ട ചില കർമ്മങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ആണ് ഇവിടുന്ന് പുറപ്പെടുന്നത്. അതിനുള്ള കാത്തിരിപ്പിലാണ് എല്ലാവരും. അർബനമുട്ടും ദഫ്മുട്ട് ഒക്കെ ആയിട്ട് അതിൻ്റെ അകമ്പടിയോട് കൂടെ തന്നെയാണ് ഇവിടുന്ന് യാത്ര പുറപ്പെടേണ്ടത്.
പ്രിയമുള്ളവരെ, അങ്ങനെ തറവാട്ടിൽ വെച്ച് നടക്കേണ്ട കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. അതുമായി ബന്ധപ്പെട്ട കാഴ്ചകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഇനി ഇവിടുന്ന് യാത്ര പുറപ്പെടുകയാണ്. മാമ്പ്ര മക്കാമ ലക്ഷ്യം വെച്ചുള്ള യാത്രയുടെ കാഴ്ചകളാണ് ഇവിടുന്ന് ഇനി അങ്ങോട്ട് കാണാനുള്ളത്. എന്തായാലും ഈ പരിപാടിയായിട്ട് ബന്ധപ്പെട്ട് എങ്ങനെയാണ് ഈ ആണ്ട് നേർച്ചയുടെ ഒരു കാര്യങ്ങളും മറ്റൊക്കെ അറിയാത്ത, പുതിയതായിട്ട് അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് പരിചയമില്ലാത്ത ആളുകൾക്ക് വേണ്ടി, ഇത് മലപ്പുറം ജില്ലയിലെ കൽപ്പകഞ്ചേരിയിൽ ഐരാനി പ്രദേശത്തായിട്ട് നടക്കുന്ന ഒരു നേർച്ചയാണ്. ബഹു വലിയുല്ലാഹി സയ്യിദ് അബൂബക്കർ ഇബ്നു അബ്ദുല്ല ബ ഹുസൈൻ സക്കാഫ് ബ അലവി റളിയല്ലാഹു അൻഹു ഐരാനി തങ്ങൾ ഉപ്പാപ്പ അവറുകളുടെ 54-ാം ആണ്ടു നേർച്ചയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചകൾ അതിൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന കാര്യങ്ങളാണ്. 11/10/2023 1445 റബിയുൽ അവ്വൽ 25 ബുധൻ ചൊവ്വ 10/10/2023 ചൊവ്വാഴ്ച 4 മണിക്ക് കൊടികയറ്റം. അതായത് ചൊവ്വാഴ്ചയായിരുന്നു കൊടികയറ്റം കാര്യങ്ങളൊക്കെ. കൊടികയറ്റത്തിൻ്റെ ഭാഗമായിട്ട് ബന്ധപ്പെട്ട ഘോഷയാത്രയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 11/10/2023 ബുധൻ സാദാത്യങ്ങളുടെയും സൂഫി വര്യന്മാരുടെയും പണ്ഡിതന്മാരുടെയും നേതൃത്വത്തിൽ കാലത്ത് 9 മണിക്ക് കൂട്ടസിയാറത്തും തുടർന്ന് മൗലീദ് പാരായണവും, അതുപോലെ തന്നെ ഉച്ചക്ക് 12 മണിക്കാണ് അന്നദാനം നടക്കേണ്ടത്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു പരിപാടിയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇവിടെ നടന്ന, അതായത് ഇന്നലെ ചൊവ്വാഴ്ച രാത്രി നടന്ന കലാപരിപാടികളുണ്ട്. ദഫ്മുട്ട്, അറവനമുട്ടൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട്, അതുപോലെ തന്നെ കവാലി ഒക്കെ ഉണ്ടായിരുന്നു. ഇത്തരം കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അതല്ലാത്ത കാഴ്ചകളെല്ലാം പരമാവധി നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന മാമ്പ്ര മക്കാമിലിൻ്റെ കവാടം കടന്ന് ഉള്ളിലേക്ക് മക്കാമിലേക്ക് പോകുന്ന കാഴ്ചകളാണ്. ഒരുവരായിട്ട് ഹുസൈൻ സക്കാഫ് തങ്ങളാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി അങ്ങോട്ട് അത് ലക്ഷ്യം വെച്ചുള്ള യാത്രയാണ്. മാമ്പ്ര മക്കാമ് ലക്ഷ്യം വെച്ചുള്ള യാത്രയാണ്. ഇവിടെ പോയിട്ട് ഇവിടെ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം തിരിച്ച് ഇത് ഐരാനിയിൽ തന്നെ തറവാട്ടിലേക്ക് തന്നെ തിരിച്ചു പോകുന്നതാണ്. മക്കാമിൻ്റെ ഉള്ളിലേക്ക് ഹുസൈൻ തങ്ങളുടെ നേതൃത്വത്തിൽ കടന്നു പോകുന്ന ഭക്തരെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു വീഡിയോ കൊണ്ട് നിങ്ങളിലേക്ക് പരമാവധി എത്തിക്കാൻ പറ്റുന്ന പരമാവധി വിവരങ്ങൾ എത്തിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ വീഡിയോ ലെങ്ത്ത് കുറച്ച് കൂടുതലാണ്. എങ്കിലും ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുകയാണെങ്കിൽ ഇത്തരം കാര്യങ്ങളെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക്, പ്രത്യേകിച്ച് പ്രവാസി സുഹൃത്തുക്കൾക്കൊക്കെ, നാട്ടിലില്ലാത്ത പ്രവാസി സുഹൃത്തുക്കൾക്ക്, ഈ പരിപാടിയിൽ പൂർണ്ണമായിട്ട് പങ്കെടുക്കാൻ സാധിക്കാതെ പോയ ആളുകൾക്കൊക്കെ ഏകദേശം ഈ ഒരു പരിപാടിയുടെ ഒരു പിക്ചർ നേടിയെടുക്കാൻ സാധിക്കും ഈ വീഡിയോ കൊണ്ട് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ട് തന്നെ വീഡിയോയെക്കുറിച്ചുള്ള വിലപ്പെട്ട അഭിപ്രായ നിർദ്ദേശങ്ങൾ അറിയിക്കാൻ മറന്നു പോകരുത്. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ ഇത്തരം കാര്യങ്ങളൊക്കെ കാണാൻ ആഗ്രഹിക്കുന്നവരുണ്ടാവും. ഇത്തരം കാഴ്ചകൾ കാണാൻ ആഗ്രഹിക്കുന്ന ആളുകളിലേക്ക് എത്തിച്ചേരുന്നതിന് വേണ്ടി ഈ വീഡിയോ ഫോർവേഡ് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ മറന്നു പോകരുത് എന്നും കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ ഈ ചാനലിൻ്റെ പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുന്നതും നല്ലതായിരിക്കും. പ്രിയമുള്ളവരെ, ഇവിടെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മാമ്പ്ര മക്കാമിൽ നിന്നും തിരികെ തറവാട്ടിലേക്കുള്ള മടക്കയാത്രയുടെ കാഴ്ചകളാണ്. ഇത് ഏകദേശം വൈകിട്ടൊരു 4 മണിക്ക് ശേഷമാണ് ആരംഭിച്ചത്. മാത്രമല്ല ഇതിനെ ഒരല്പം കൂടെ മുന്നോട്ട് പോകുമ്പോൾ തുടർന്നായി നിങ്ങൾ കാണേണ്ട കാഴ്ചകൾ എന്താണെന്ന് വെച്ചാൽ
കലങ്ങൽ ഭാഗത്ത് നിന്നും ഏകദേശം ഒരു 8:30-9 മണി സമയത്ത് ഐരാനി തറവാട്ടിലേക്കുള്ള ഒരു വരവും കൂടി ഉണ്ടായിരുന്നു. അതിൽ ദഫ്മുട്ടിൻ്റെ അകമ്പടിയോട് കൂടെയുള്ള കാഴ്ചകൾ നിങ്ങൾക്ക് കാണാനുണ്ട്. അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടി ശ്രമിക്കുക. കാഴ്ചകൾ ധാരാളം ഇനിയും വരാൻ കിടക്കുന്നതേ ഉള്ളൂ. جد سعادة الله صلاة الله سلام الله على ياسين حبيب الله وشيخي قطب رسول الله صلاة الله سلام الله على يذبح حسين أبي بكر عليهم إرضى يا الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله مصرف الخلق بأبي بكر صلاة الله سلام الله على ياسين حبيب صلاة الله سلام الله على ياسين حبيب عليه وسلم أشرق البدر يا نبي سلام عليكم يا ഇവിടെ ഭക്ഷണ വിതരണത്തിന് വേണ്ടി കിറ്റുകൾ തയ്യാറായി നിൽക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ടാവും. ആയിരക്കണക്കിൽ ഭക്ഷണ കിറ്റുകളാണ്. ഇത് വിതരണത്തിന് വേണ്ടി ഇതൊക്കെ പാക്ക് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഈ നാട് ഒറ്റക്കെട്ടായിട്ട് ഒരുമിച്ച് നിൽക്കുകയാണ്. അവിടെ ജാതിമത വ്യത്യാസങ്ങളില്ല, രാഷ്ട്രീയമില്ല, അങ്ങനെ യാതൊരു വിവേചനവുമില്ലാതെ ഒരുമയോടുകൂടെ ഇന്നലെ തുടങ്ങിയതാണ്. നല്ലൊരു ശതമാനം ആളുകളും ഇതുമായി ഈ ഒരു പ്രവർത്തനത്തിൻ്റെ ഈ ഒരു നേർച്ചയുടെ വിജയത്തിന് വേണ്ടി പരിശ്രമിച്ചു കൊണ്ടേയിരിക്കുകയാണ്. കറികൾ പാക്ക് ചെയ്യുന്ന ആളുകളെ ഇവിടെ നിങ്ങൾ കാണുന്നുണ്ടാകും. അപ്പുറത്ത് ഭക്ഷണം വെന്തുകൊണ്ടിരിക്കുന്നു. ആകുന്ന ഭക്ഷണങ്ങൾ അങ്ങനെ പാക്ക് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. പാചകത്തിൻ്റെ ചുമതല വഹിക്കുന്ന ആളുകളുണ്ട് ഇവിടെ. എല്ലാ വർഷവും പാരമ്പര്യമായിട്ട് തന്നെ പാചകത്തിൻ്റെ ചുമതല വഹിക്കുന്ന ഒരാളുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ മരണശേഷം അദ്ദേഹത്തിൻ്റെ മകൻ റഷീദ് എന്നാണ് അവരുടെ പേരെന്നാണ് എൻ്റെ അറിവ്. എന്തായാലും അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് പാചകത്തിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. യുവാക്കളായിരിക്കുന്ന ആളുകൾ അങ്ങനെ ഓരോരോ ഉത്തരവാദിത്തങ്ങൾ അവർ ഏറ്റെടുത്ത് കറി പാക്ക് ചെയ്യുന്നവരുണ്ട്, അതുപോലെ തന്നെ ചോറ് പാക്ക് ചെയ്യുന്ന ആളുകളുണ്ട്, വിളമ്പി കൊടുക്കാനുള്ള ആളുകളുണ്ട്. ഇങ്ങനെയൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഭക്ഷണം വാങ്ങാൻ വേണ്ടി നിരനിരയായിട്ട് കാത്തിരിക്കുന്ന ആളുകളാണ്. തറവാട് മുറ്റം കഴിഞ്ഞ് റോഡിൻ്റെ സൈഡ് ഭാഗങ്ങളിലാണ് ഇപ്പോൾ ഇവർ വരിവരിയായിട്ട് കാത്തിരിക്കുന്നത്. ഇതിനു വേണ്ടി പണക്കാരനെന്നോ പാവപ്പെട്ടവനെന്നോ
രാഷ്ട്രീയക്കാരൻ ഏതാണ് എന്നുള്ളതോ കൊടിയുടെയോ വർണ്ണത്തിൻ്റെയോ മതത്തിൻ്റെയോ വേർതിരിവില്ലാതെ അവരങ്ങനെ അച്ചടക്കത്തോടെ കാത്തിരിക്കുകയാണ്. ആ ഒരു വർക്കത്ത് ചോറ് കൈപ്പറ്റുന്നതിന് വേണ്ടി അതിൻ്റെ നീണ്ട നിരകളാണ്, ആളുകൾ വരിവരിയായിട്ട് നിൽക്കുന്ന കാഴ്ചകളാണ് പ്രിയ പ്രേക്ഷകർ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. മൗലീദ് പാരായണം കഴിഞ്ഞതിന് ശേഷം പ്രാർത്ഥനയ്ക്ക് ശേഷം ആദ്യമായിട്ട് ഹുസൈൻ സഖാഫ് തങ്ങളുടെ കൈകൊണ്ട് ഭക്ഷണം കൊടുക്കുന്നത് ഉദ്ഘാടന കർമ്മം നിർവഹിക്കും. അതിനുശേഷം പിന്നെ ഈ നിൽക്കുന്ന ആളുകൾക്കൊക്കെ ഇപ്പോൾ ഭക്ഷണം കൊടുക്കൽ തുടങ്ങിയിട്ടില്ല ഓൾറെഡി. അപ്പോൾ മൗലീദ് പാരായണത്തിന് ശേഷം മാത്രമാണ് ഭക്ഷണം കൊടുക്കുന്നത്. ആദ്യത്തെ കിറ്റ് ഹുസൈൻ സഖാഫ് തങ്ങളുടെ കൈകൊണ്ട് അത് നിർവഹിക്കും. അതിനുശേഷം പിന്നെ അവിടെയുള്ള ആളുകൾ അങ്ങനെ മറ്റുള്ളവർക്ക് കൈമാറിക്കൊണ്ടേയിരിക്കും. പ്രിയമുള്ളവരെ, അങ്ങനെ മൗലീദ് പാരായണം കഴിഞ്ഞു പ്രാർത്ഥന കഴിഞ്ഞതിന് ശേഷം ഹുസൈൻ തങ്ങളുടെ കൈകൊണ്ട് ആദ്യമായിട്ട് കിറ്റ് കൈമാറുന്ന കാഴ്ചകളാണ്, അതായത് ഭക്ഷണ കിറ്റ് ബർക്കത്ത് ചോറ് കൈമാറുന്ന കാഴ്ചകളാണ് കാണുന്നത്. രണ്ടാം സെക്ഷനിൽ ഇങ്ങോട്ട് വന്ന് ഇവിടെയും വന്ന് തങ്ങളുടെ കൈകൾ കൊണ്ട് തന്നെയാണ് ആദ്യമായിട്ട് അവർ നിൽക്കുന്ന ആളുകൾക്കുള്ള ഭക്ഷണ കിറ്റ് കൈമാറുന്നത്. അതിനുശേഷം ഇനി സ്ത്രീകൾ അപ്പുറത്ത് കാത്തിരിക്കുന്നുണ്ട്, അവർക്കുള്ള ഭക്ഷണ കിറ്റും കൂടി തങ്ങളുടെ കൈകൊണ്ട് തന്നെ കൈമാറും. അപ്പോൾ തങ്ങൾ സ്ത്രീകൾക്കുള്ള കിറ്റുകൾ കൈമാറിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാത്തിൻ്റെയും തുടക്കം തങ്ങളുടെ കൈകൊണ്ടായിരിക്കും. പിന്നീട് ഇവിടെ ഇതിനായിട്ട് നിശ്ചയിക്കപ്പെട്ട യുവാക്കൾ ക്യൂ ആയിട്ട് നിൽക്കുന്ന വരിവരിയായിട്ട് നിൽക്കുന്ന ആളുകൾക്ക് അങ്ങനെ ഭക്ഷണ കിറ്റ് കൈമാറിക്കൊണ്ടിരിക്കും. ഇവർക്കൊന്നും ഭക്ഷണം വീട്ടിലില്ലാത്തവരല്ല, പക്ഷേ ഈ ഒരു ബർക്കത്ത് ചോറ് കിട്ടാൻ വേണ്ടി ഇവിടെ എല്ലാവരും ഒരുമിച്ച് ഇതിൻ്റെ ഒരു നീണ്ട നിര തന്നെ ഞങ്ങൾ നേരത്തെ കണ്ടതാണ്. ഇനി ഈ ഒരു കിറ്റിന് വേണ്ടി, ഈ ഒരു ഭക്ഷണ കിറ്റിന് വേണ്ടി കാത്തിരിക്കുന്ന കാഴ്ചകൾ നിങ്ങൾ കാണാൻ പോകുന്നുള്ളൂ. തൊട്ടുവേക്കലായിട്ടുണ്ട്. തങ്ങളുമായിട്ട് ഇതിൻ്റെ കാര്യവിവരങ്ങളൊക്കെ തങ്ങൾ അന്വേഷിക്കുന്നതും തങ്ങളുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് കാര്യങ്ങൾ നീക്കാൻ വേണ്ടി ശ്രമിക്കുന്നവർ യുവാക്കളായിരിക്കുന്ന ആളുകളൊക്കെ ഭക്ഷണം പാചകം ചെയ്യുന്ന ആളുകളാണ്. ഇവരൊക്കെ ഭക്ഷണം ചെയ്യുന്നവരല്ല, ഇവരൊക്കെ ഓരോ വ്യത്യസ്ത മേഖലയിൽ പ്രവർത്തിക്കുന്ന ബിസിനസ് മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്ന ആളുകളാണ്. എങ്കിലും ഈ ഒരു പരിപാടിക്ക് വേണ്ടി എല്ലാവരും തമ്പടിച്ച് കൂടിയിട്ടുണ്ട്. എല്ലാവരും അവരവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന സേവനങ്ങൾ. ഇവിടെ ഭക്ഷണം വരിവരിയായിട്ട് വെന്ത ചോറ് അപ്പുറത്ത് കൂട്ടി വെക്കാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. അതിൽ നിന്നാണ് പാക്ക് ചെയ്ത് പോകുന്നത്. ഇപ്പോൾ നേതൃത്വം വഹിക്കുന്ന കുട്ടൻ്റെ നേതൃകുട്ടന് അങ്ങനെയൊക്കെയുള്ള കുറേ ആളുകൾ, ഞാൻ നേരത്തെ പറഞ്ഞില്ല, അവിടെ ജാതിമത ഭേദമന്യേ എല്ലാവരും ഒറ്റക്കെട്ടായിട്ടാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നിൽക്കുന്നത്. പ്രിയമുള്ളവരെ, എൻ്റെ ഗ്രാമത്തിൽ നടക്കുന്നൊരു നേർച്ചയുടെ കാഴ്ചയാണ്. ഇതിലൂടെ നല്ലൊരു സന്ദേശം ഉൾക്കൊള്ളാനുണ്ട് എന്ന് മനസ്സിലാക്കുന്ന തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കണം എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ്. ജയ് ഹിന്ദ്.